ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം 1/2 കപ്പ് വെളിച്ചെണ്ണ ഞാനതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പില തന്നെ അതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ 2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എത്രമാത്രം കുഞ്ഞുള്ളി നമ്മൾ ചേർക്കുന്നതോ ബീഫ് കറി, അതായത് ചാറിന് അത്രമാത്രം ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും പരമാവധി കുഞ്ഞുള്ളി ചേർക്കാൻ ശ്രമിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 3 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇന്നത്തെ കറി നല്ല സ്പൈസിയാണ്, നല്ല കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ നല്ലോണം പച്ചമുളക് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തേങ്ങാക്കൊത്താണ് നമുക്ക് ആവശ്യം. തികച്ചും ഓപ്ഷനാണ്, പക്ഷേ ഈ ഒരു കറിക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ തേങ്ങാക്കൊത്ത് കൂടിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്ന സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വറുത്ത് പൊടിച്ചെടുത്ത് പെരിഞ്ജീരകപ്പൊടി കൂടി ചേർക്കാം. പിന്നെ മുളക് പൊടി ഒരു 3 ഇല്ലെങ്കിൽ 4 ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കറി നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഗ്രാമ്പു, നമുക്കൊരു 3 to 4 ഗ്രാമ്പുകളും നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു അല്പം ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യം ബീഫ് മസാലയാണ്. 3 ടേബിൾ സ്പൂണോളം ബീഫ് മസാല കൂടി നമുക്കിതിലേക്കിടാം. ബീഫ് മസാല ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്കിടാം. പിന്നെ നമുക്ക് വറ്റൽമുളക്, ചുമന്ന വറ്റൽമുളക് 5 എണ്ണം നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല രീതിയിൽ എല്ലാ കൂട്ടും നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം മിക്സിയിൽ. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ ബീഫ് കറിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കൂട്ട്. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ഉരുളിയിലേക്ക് ഇടാം. മസാലയൊക്കെ ഇട്ടതിന് ശേഷം ജാറ് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകി കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ വഴറ്റിയെടുത്ത ഉള്ളിയുടെ മുകളിലേക്ക് മുഴുവനായിട്ട് മസാല ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഒരു തിളയും കൂടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇടിച്ചെടുത്ത ഏലക്കായും കുരുമുളകുമാണ്. 2 ടേബിൾ സ്പൂണോളം ഞാനത് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ ബീഫ് കറിയിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് ചേർക്കാനുള്ളതാണ്. ഞങ്ങളിവിടെ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്താണ് നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ്, നമ്മുടെ പോത്തിറച്ചി നമുക്ക് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇടാം.
അങ്ങനെ ബീഫൊക്കെ മുഴുവനായും നമ്മുടെ ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലക്കൂട്ടൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബീഫ് വേവിക്കുന്നത് കുക്കറിലല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്, നല്ല നാടൻ കറിയുടെ തന്നെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം, നന്നായി തിളച്ച വെള്ളം നമുക്ക് ഒഴിക്കാം. ഒരു 4 കപ്പോളം തിളച്ച വെള്ളം നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചാറ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ തിളച്ച് കഴിയുമ്പോൾ കുറച്ചങ്ങ് പറ്റിപ്പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കൂടി തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിയിൽ ഉപ്പുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം. അപ്പോൾ ഈ ചാറിൻ്റെ ഇതനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ചാറിന് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കുരുമുളകും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഇടാം. ചാറിൽ നല്ല എരിവ് വന്നാലാണ് ആ കറിക്കൊരു മൊത്തം എരിവ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഞാൻ ചേർക്കുകയാണ്. ഇനി നമുക്കൊരല്പം മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളവന്നതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ ഈ ബീഫ് നന്നായി വെന്ത് വരുന്നവരെ നമുക്കിത് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ ചാറിന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കടുക് കൂടി പൊട്ടിച്ചിടാം. ഇവിടെ ഇപ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ബീഫ് കറി വെള്ളയപ്പത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബീഫ് കറി ഒഴിക്കുകയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പവും ബീഫ് കറിയും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ബീഫ് കറിയുടെ റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.